എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ഈ സിനിമയുടെ പ്രധാനപ്പെട്ട എല്ലാ വ്യക്തിത്വങ്ങൾക്കും നന്ദി പറയുകയാണ്. ഞാനിവിടെ ആദ്യമായി വന്നത് രാജേട്ടൻ മുഖേനയാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു സിനിമ പ്രതിഭ ട്യൂട്ടോറിയൽസിലെ ചെറിയൊരു കഥാപാത്രം നമ്മുടെ ഇൻസിഡന്റ് വരുന്നതിന് മുമ്പൊക്കെ ചെയ്തിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം എനിക്ക് ബാലുവിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ കൂടുതൽ അടുപ്പം തോന്നി. കാരണം ഞാൻ നിലനിൽക്കുന്ന ഒരു ഫീൽഡിൽ അദ്ദേഹം കുറെ കാലം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. നല്ലൊരു നർത്തകൻ കൂടിയാണ് നമ്മുടെ ഡയറക്ടർ. അപ്പൊ അങ്ങനെ ഒരു ദിവസം സംസാരിച്ചപ്പോൾ കൂടുതൽ ആത്മബന്ധം വന്നു. ഇപ്പൊ ഞാൻ തീർച്ചയായിട്ടും കൂടെ ഒരു മുഖ്യ അതിഥി എന്നുള്ള രീതിയിലാണ് ഞാൻ വന്നിട്ടുള്ളത്. സിനിമയുടെ ഭാഗമാണോ എന്നുള്ളത് പിന്നീട് അറിയാനേ കഴിയുള്ളൂ. എന്തായാലും ഈ ഒരു ബന്ധം തുടർന്ന് കൊണ്ടുപോകും. പിന്നെ നിങ്ങൾ തന്ന വലിയ സപ്പോർട്ട് തന്നെയാണ്. ഇപ്പം ഓരോ ജനങ്ങൾക്ക് മുമ്പിൽ ചെല്ലുമ്പോഴും എല്ലാവരുടെ സ്നേഹത്തോടു കൂടി ഉള്ള സ്വീകരണങ്ങളും, ഏത് സ്ഥലത്ത് പോയാലും ഒരു സഹോദരനെ പോലെ മകനെ പോലെ എല്ലാവരും എന്നെ നോക്കിക്കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു പിന്തുണ എന്നും ഉണ്ടാവും. പിന്നെ കലാകാരനാണ്. അപ്പം കല എന്ന് പറയുമ്പോൾ, നൃത്തം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതിൽ ഭാവത്തിന് പ്രാധാന്യമുണ്ട്. ഭാവം അഭിനയവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സിനിമ നേരത്തെ നിങ്ങൾക്കറിയാം, ഒരു 5 സിനിമ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുടർന്നും കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രംഗത്തും തുടരണം എന്ന ആഗ്രഹമുണ്ട്. അതിൻ്റെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തുടർന്നു പോകും. അപ്പോഴും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണമെന്ന് ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. കമ്മ്യൂണിറ്റിയെ തന്നെ ഇപ്പോഴും ഇത്ര സൊസൈറ്റി വളർന്നാൽ പോലും ഇങ്ങനെയും കുറച്ച് മനുഷ്യരുണ്ടെന്ന് എന്താ പറയുക, അല്ല, അതിപ്പോ ആ സൊസൈറ്റി മാറിയതുപോലെ തന്നെ ഈ കേൾക്കുന്നവരും കാണുന്നവരും തന്നെ മാറിയിട്ടുണ്ട്. അതൊക്കെ പോസിറ്റീവായിട്ടാണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെഗറ്റിവിറ്റി ഇല്ല. ഇപ്പോ നെഗറ്റീവ് വന്നാലാണ് പോസിറ്റീവ് ഉണ്ടാവുള്ളൂ എന്നൊരു അർത്ഥത്തിലേക്ക് മാറിയിരിക്കുന്നു നമ്മുടെ സമൂഹം. രാമശേഖരൻ പടത്തിന്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണ്. ഭാഗമാണെന്ന് പിന്നെ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ പറഞ്ഞ രാമശേഖരൻ ഈ പടത്തിന്റെ ഒരു വലിയ ഭാഗം തന്നെയാണ്.